ഹലോ, ടോട്ടോ വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 3ക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് യോന്നൊക്കെ പറഞ്ഞു നല്ല വൈബിലിരിക്കാം കേട്ടോ. ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ അതായത് പാർട്ട് 3 ആട്ടോ. പാർട്ട് 2 നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പാർട്ട് 1 ആദ്യം നിങ്ങൾ പോയി കാണുക, അതിനുശേഷം പാർട്ട് 2 കാണുക. ഇപ്പോൾ ഇതും കാണും നിങ്ങൾ. അങ്ങനെ നമ്മൾ നൂലുപാലം എന്നറിയപ്പെടുന്ന പാലത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നമ്മൾ അന്ന് കയറിയ വേറെ മോഡലുള്ള മിൽമയുടെ കടയിലേക്ക് വീണ്ടും കയറി വീണ്ടും കുറേ അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങി നമ്മൾ തിന്നുകയായിരുന്നു. അതിനുശേഷം അവിടേക്ക് പോകണം, അവിടേക്ക് പോകണം, ഇവിടേക്ക് പോകണം എന്നൊക്കെ സംസാരിച്ചിരിക്കുന്നതാണ് എൻ്റെ ഫാമിലി. അങ്ങനെ നമ്മൾ കുറേ കാഴ്ചകളൊക്കെ അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും നടക്കാൻ ആരംഭിച്ചു ഗൈസ്. ഇവരിങ്ങനെ നടക്കുമ്പോൾ ഞങ്ങൾ അങ്ങ് എത്തിയായിരുന്നു കേട്ടോ. ഇതാണ്ട് അവിടേക്കാണ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എന്താ പറയുക, ഡാം തുറക്കുന്ന ആ പോർഷനില്ല, അവിടേക്കാണ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് പോകുന്ന വഴി കുറേ പടവുകൾ കയറാണ്ട് കേട്ടോ. അതാണ് ഇവിടുത്തെ കോമഡി. വാ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മളുടെ ആ പടവുകൾ കയറുള്ള ആകാംക്ഷകളോടും അതിൻ്റെ ഒരു വിഷമങ്ങളോടൊക്കെ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇവർ വിചാരിച്ചില്ല ഇത്രയും ടഫും ബുദ്ധിമുട്ടുമായിരിക്കും ഈ പടവുകൾ കയറാനെന്ന്. ഞങ്ങൾ എൻ്റെ അമ്മയും അപ്പനൊന്നല്ല കേട്ടോ, എൻ്റെ അമ്മാമ്മയ്ക്ക് പാവം അമ്മാമ്മ. പക്ഷേ അവർ കയറുന്ന കണ്ടിട്ട് എനിക്കൊരു കോമഡി പോലെ ആയിട്ട് തോന്നിയത്. കാരണം കുട്ടികൾ വരിവരിയായി കയറുകയില്ല, അതേപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ കുത്തനെയുള്ളതും നീളിനുള്ളതും വളഞ്ഞിട്ടുള്ളതും ചിരിഞ്ഞിട്ടുള്ളതുമായ കുറേ പടവുകൾ നമ്മൾ കയറുകയാണ്. അങ്ങനെ വീണ്ടും വന്നു നമ്മുടെ ഇങ്ങനെ കൂത്തനെയുള്ള പടവുകൾ. ഈ പടവുകൾ കാണുമ്പോൾ എനിക്ക് മലാറ്റൂരുകൾ കയറിയതും ശബരിമലകൾ കയറുമ്പോഴുള്ള ഫീലുകളാണ് ഓരോരുത്തർ കയറുമ്പോഴും തോന്നുന്നത്. ഓരോരുത്തർ കയറുമ്പോഴും ഭയങ്കര കോമഡി ആയിരുന്നു. അതുകൂടാതെ ഞങ്ങൾ കയറുമ്പോഴും ഭയങ്കര കോമഡി ആയിരുന്നു. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കാഴ്ചയും കണ്ട് ഫോട്ടോയും അടിച്ച് കാറ്റടിച്ച് പറന്നു പോകുമെന്ന മുടികൾ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പാവം മുടികൾ. കുറച്ചും കൂടി കാറ്റടിച്ചെങ്കിൽ മുടി നമ്മുടെ തലയിൽ നിന്ന് പറന്ന് അപ്പുറത്തെ വെള്ളത്തിൽ വീണായിരുന്നേ. അങ്ങനെ നമ്മൾ വെള്ളം നിറഞ്ഞിരിക്കുന്ന രണ്ട് സൈഡും വെള്ളം നിറഞ്ഞിരിക്കുന്നവയുടെ നടുവിൽ ആ ഒരു പാലത്തിൽ കൂടെ ഞങ്ങളിങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോഴത്തെ നമ്മുടെ വ്യൂ കാണാൻ വേണ്ടി കുറച്ചു നേരം നിന്ന് നമ്മുടെ മലമ്പുഴ ഒന്ന് മൊത്തം കണ്ടു. ഇപ്പം മഴ ചാറുന്നുണ്ടായിരുന്നു. പച്ചപ്പ് നിറഞ്ഞ മലമ്പുഴയും കുന്നുകൾ നിറഞ്ഞ മലമ്പുഴയും കണ്ട് ഞങ്ങൾ നല്ല സന്തോഷത്തോടെ വീണ്ടും നടക്കാൻ ഞങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നല്ല രസകരമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ ഉറപ്പായിട്ടും പോകേണ്ട സ്ഥലമാണ് മലമ്പുഴ. അതൊരു ഫീല് തന്നെയാണ്. നിങ്ങൾ എന്തായാലും പോയിരിക്കണം. നിങ്ങൾ പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ വീണ്ടും കുറേ പച്ചപ്പുകളൊക്കെ കണ്ട് നമ്മൾ പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ നമ്മൾ നടക്കുകയാണ് ഗൈസ്, നടക്കുകയാണ്. ഇവരെന്താ നടക്കാത്തേ? നടക്കൂ കുട്ടികളെ, നടക്കൂ. അതെ, ഈ ചേച്ചിയുടെ മുടി കണ്ടിട്ട് എനിക്ക് വളരെയധികം ചെയ്തു വന്നു. ഷോക്ക് അടിച്ചതുപോലെ ഉണ്ടായിരുന്നു ഇല്ലേ? ആ ബ്ലൂ ഡ്രസ്സ് എടുത്ത ആ ചേച്ചിയില്ലേ, ജസ്നേച്ചി എന്നാണ് ആ ചേച്ചി പേര്. ആ ചേച്ചിയുടെ മുടി കണ്ടിട്ട് എനിക്ക് ചിരിച്ചിരി ഞാൻ ചത്തു. അങ്ങനെ രണ്ട് സൈഡും വെള്ളം നിറഞ്ഞിരിക്കുന്ന അതിലെ ഒരു സൈഡ് നമ്മൾ വെള്ളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഓരോ പോർഷനിലും ഓരോ ലാൻഡുകളും കണ്ട് ഇങ്ങനെ നല്ല രസകരമായി ഇങ്ങനെ നടക്കുകയാണ്. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാണ്ടല്ലോ പൊന്നോ. ഞങ്ങൾ ആ മഞ്ഞിന് മൂടിയിരിക്കുന്ന ആ മലയില്ലേ, ആ മലയിൽ കുറേ കറങ്ങി കുറച്ച് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ വാൽപ്പാറയാണ് ഗൈസ്, വാൽപ്പാറ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ കുത്തനുള്ള പടവുകൾ തിരിച്ചിറങ്ങാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ മേലേക്കെല്ലാം ഇറങ്ങിണ്ടായിരുന്നു, ഇനി നമുക്ക് തിരിച്ചിറങ്ങാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ കാറ്റുകളിലടിച്ച് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ പാറി പറന്നിങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ നല്ല മനോഹരമായ ഇരിക്കാൻ കുറച്ച് സ്ഥലം കിട്ടിയപ്പോൾ എല്ലാവരും ആക്രാന്തത്തോടെ അവിടെ പോയി കയറിയിരുന്നു. അങ്ങനെ നല്ല രസകരമായിരുന്നു. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് മലമ്പുഴയത്തോ അതോ ഏതൊരു വെള്ളത്തിലും വേസ്റ്റ് കൊണ്ട് ഇടരുത്. കാരണം ആ വെള്ളം നമ്മൾ മലിനമാക്കുമ്പോൾ അവിടെ അതിൽ ജീവിക്കുന്ന കുറേ ജീവജാലങ്ങൾക്ക്
നമ്മളൊരു തടസ്സമായി മാറും. കാരണം നമ്മുടെ വീട്ടിൽ വന്ന് വേറെ വല്ലതും നമ്മുടെ വീട് നശിപ്പിക്കുകയോ നമ്മുടെ വീട്ടിലേക്ക് വേസ്റ്റ് എറിയുകയാണെങ്കിൽ നമുക്ക് ദേഷ്യം വരില്ല. അതേപോലെ അവർക്കും വിഷമമാകും. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഏത് വെള്ളമാണെങ്കിലും പോയി വേസ്റ്റ് കൊണ്ട് ഇടരുത്. എൻ്റെ ഒരു അപേക്ഷയാണ്. നിങ്ങൾ ഇടില്ല എന്ന് എനിക്കറിയാം. നല്ല കുട്ടികളാണ്, നല്ല മിടുക്കത്തിമാരും മിടുക്ക ചേച്ചിമാരും അനിയന്മാരും മിടുക്ക ചേട്ടന്മാരൊക്കെ ആണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇവരുടെ ഭാഗം ഇവർ ക്ലിയർ ആക്കിയായിരുന്നു. ഇവർ കുറേ സ്ഥലത്ത് ഒരു മുക്കും മൂല വരെ കുറേ വേസ്റ്റ് ബക്കറ്റുകൾ ഇവർ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഭാഗമാണ് ക്ലിയർ ചെയ്യുന്നത്. നമ്മളങ്ങനെ വേസ്റ്റ് നിലത്തിടരുത്, വേസ്റ്റ് ബക്കറ്റ് കൊണ്ടിടണം. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലേ, നിങ്ങൾ മിടുക്കത്തിമാരല്ലേ? ഓക്കെ. അങ്ങനത്തെ കണ്ടില്ലേ, 3 ഡസ്റ്റ്ബിൻ വരെയാണ് അവർ വെച്ചേക്കുന്നത്. എന്നിട്ടും നിങ്ങൾ നിലത്ത് വേസ്റ്റ് ഇടാണെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്താട്ട് തെറ്റ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്നറിയാം, ഞാൻ എന്നാലും പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ കുറച്ച് മുമ്പേ ബുഷോട് ഉണ്ടാക്കിയ ഒരു മൃഗങ്ങളെയൊക്കെ കണ്ടില്ല, നല്ല രസമുണ്ടായിരുന്നില്ല. അവിടെ വെച്ച് ഞാൻ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഒയ്യോ ഗൈസ്, ഞങ്ങൾ പെട്ടിരിക്കുന്നു. കാരണം തേണ്ടി അവിടെ ഒരു പാർക്ക്. ആ പാർക്ക് കണ്ട എൻ്റെ ഉണ്ണി വിടുകയില്ല. 1.5 മണിക്കൂറാണ് ഗൈസ് ഞങ്ങൾ അവിടെ പോസ്റ്റ് ആയിട്ട് നിന്നത്. ആ കാര്യം വിചാരിക്കുന്നുണ്ട്, ഇവർക്ക് എന്ത് വലിയ വാട്ടുണ്ടോ ഇത്ര നേരം ഇവിടെ ഇങ്ങനെ കുത്തി നിൽക്കാൻ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ആരംഭിച്ചു. ഞാൻ എൻ്റെ ക്യൂട്ടായിട്ടുള്ള ഷൈനായിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഓരോരുത്തരും മാറി മാറി എടുക്കുകയായിരുന്നു എൻ്റെ ഫോട്ടോസ്. ആരെടുത്താലാണ് ഭംഗി കൂടുന്നത് നമുക്കറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ ഒരു അപേക്ഷയായിട്ട് വന്നിരിക്കുകയാണ്. പ്ലീസ്, എനിക്ക് എൻ്റെ അപേക്ഷയാണത്. ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ എനിക്ക് കുറവാണ്. നിങ്ങളൊന്ന് സഹകരിച്ച് എനിക്കൊന്ന് കൂട്ടിത്തരണം പ്ലീസ്. അങ്ങനെ ഞങ്ങൾ മരത്തുമുള്ള എൻ്റെ കുസ്തികളാണ് നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മരത്തിൻ്റെ പേരെന്താ, ആ മരത്തിൻ്റെ ഇങ്ങനെ കളർ, അതെന്താ, ഇതെന്താ, അങ്ങനെന്താ, ഇങ്ങനെയൊക്കെ എന്നൊക്കെ കുറേ ക്വസ്റ്റ്യങ്ങളായിരുന്നു ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നത്. അതിൻ്റെ അപ്പുറത്ത് പോസ്റ്റ് ആയിട്ടിരിക്കുന്ന 2 ആൾക്കാരെ കണ്ടു, ഒരു ആൻറ്റിനും ഒരു അച്ഛനും. അതെൻ്റെ ആൻറ്റിയും അച്ഛനുമായിരുന്നു ഗൈസ്. അവരുടെ മോള് കൊണ്ട് അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായാലും ഒന്ന് ആലോചിച്ചിരിക്കുകയാണ് അവർ. കാരണം അവരുടെ മോളാണ് അവിടെ പോയി കളിച്ചത്. അവർക്ക് തന്നെ വട്ടുപിടിച്ചു. എൻ്റെ പൊന്നോ ഇവള് എന്നൊക്കെ വരെ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടല്ലോ രാത്രി വേണം, നല്ല വൈബായിരിക്കും. കാരണം ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ഒരു ജാതി വൈബായിരിക്കും. വൈബ് എന്ന് പറഞ്ഞാണ്ടല്ലോ, ഈ സ്ഥലമൊക്കെ നമ്മൾ കണ്ടറിയുന്നതാണ്. വീഡിയോസിൽ കണ്ട പോലെ നേരിട്ട് പോയി കാണണം. നേരിട്ട് പോയി കണ്ടിട്ടുള്ള എല്ലാവരും, പിന്നെ ഇപ്പം കണ്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ എല്ലാവരും അടിച്ചു കയറി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും, പിന്നെ ഷെയറും. ഓക്കെ, അങ്ങനെ ഇനിയും ടുട്ടു വ്ളോഗ്സിൻ്റെ വീഡിയോസ് ആണ് കമൻറ്റ് ബോക്സ് ബിലോ. പിന്നെ നിങ്ങളുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ഇനി എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ടുട്ടു വ്ളോഗ്സ് എന്നുള്ള പേര് നിങ്ങൾക്ക് മാറ്റണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ബിലോ ഞാൻ ഓൺ ദ സ്പോട്ട് മാറ്റിയിട്ട് കിട്ടിക്കാച്ചി പേരാക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ 3-ാമത്തോട്ടും നേരത്തെ കണ്ട മിൽമ കടയ്ക്ക് വീണ്ടും കയറിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ മലമ്പുഴയിൽ നിന്ന് ഇറങ്ങി കുറേ ഷോപ്പുകളൊക്കെ കണ്ട് നല്ല രസകരമായി ഞാൻ നിൽക്കുകയാണ് ഗൈസ്. അടിപൊളി വ്യൂ ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനുശേഷം ഞങ്ങളൊരു ഹോട്ടലിൽ കയറി. അവിടെ താമസിക്കുന്നവർക്കും കഴിക്കാം, ഞങ്ങൾക്കും കഴിക്കാം. അങ്ങനെയായിരുന്നു. അവിടെ താമസിക്കാൻ വരണതുകൊണ്ട് അവിടെ പൂളൊക്കെ ഉണ്ടായിരുന്നു. അവിടേക്ക് നിന്ന് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ പൂളിത്തെ കളറും കാര്യങ്ങളൊക്കെ കണ്ട് രസത്തിന് ഇങ്ങനെയൊക്കെ നല്ല വൈബ് മോൻ്റെ. അങ്ങനെ നമ്മളിങ്ങനെ നല്ല രസത്തിൽ നിൽക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരട്ടെ. മലയാള സിനിമയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൂവി, അതും ഇപ്പം അടുത്തിറങ്ങിയിട്ടുള്ള ഒരു മൂവി. ഐ ലൈക്ക് ഇറ്റ്, പ്രേമലു ആൻഡ് ആവേശം. പ്രേമലു ഇഷ്ടമുള്ളവരെല്ലാവരും കയറിപ്പോയി കമൻറ്റ് ബോക്സിൽ റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യൂ. ആവേശം ഇഷ്ടമുള്ള എല്ലാവരും നേരെ കമൻറ്റ് ബോക്സിൽ പോയി ബ്ലൂ ഹാർട്ട് അടിക്കൂ. ഓക്കെ, അങ്ങനെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഗൈസ്. ഈ റെസ്റ്റോറൻറ്റോടത്തെ ആ കഥ ഞാനിപ്പോൾ പറഞ്ഞുതരാം. അവിടെയുള്ളവർ ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചു, ഞങ്ങൾ പറഞ്ഞു മീൻ വറുത്ത വേണം. അപ്പോൾ അവർ ചോദിച്ചു ഏത് മീനാ വറുത്ത വേണ്ടത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചെറിയ മീൻ വറുത്താൽ മതി, വലുത് വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പ്ലേറ്റ് ഓർഡർ ചെയ്തു ഗൈസ്. വെറും വടി ഉപ്പും മുളകിലാണ്ട് വറുത്ത് വെച്ചേക്കണ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു ഓഞ്ഞ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര ഓഞ്ഞ ടേസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ അവിടുത്തെ ചോറും സാമ്പാറും എൻ്റെ അമ്മ ഞാൻ എഴുന്നേറ്റ് കൈയടിക്കുകയായിരുന്നു ഗൈസ്. കാരണം അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ഷെഫിന് നമ്മൾ കൺഗ്രാറ്റുലേഷൻ വരെ പറയണം. പക്ഷെ അവിടുത്തെ മീൻ നല്ല ഓഞ്ഞ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊഴിച്ച് ബാക്കി എല്ലായിടത്തും നല്ല കിടുക്കാച്ചിയായിരുന്നു കേട്ടോ ഗൈസ്. ഊണിന് 200 സംതിങ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഊണ്. ഇവർ ഫ്രൈഡേഴ്സാണ് പറഞ്ഞത്. ഞങ്ങൾ ഊണാട്ടോ കഴിച്ചു. ഞാൻ 2ാമത്തോട്ടൊക്കെ കഴിച്ചിട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ നല്ല ഊണായിരിക്കും എന്ന്. അപ്പം അങ്ങനെ രസത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്. മോരൊക്കെ ഉണ്ടായിരുന്നു. ട്രിപ്പിൽ നമുക്ക് എടുക്കായിരുന്നു. 200
രൂപയാണ് ബഡ്ജറ്റ് എന്നത്. നമ്മൾ റിപ്പീറ്റിൽ എടുക്കണവർക്കാണ് ലാഭം ഉണ്ടാവുള്ളൂ. കാരണം ഒരു വട്ടം കുറച്ചെടുത്തതിന് 200 രൂപയ്ക്ക് നമുക്കൊരു ലാഭം ഉണ്ടാവില്ല. പക്ഷേ റിപ്പീറ്റിൽ എടുക്കണവർക്ക് 200 രൂപയ്ക്ക് ലാഭമായിരിക്കും. ചോറും ചമ്പറൊക്കെ കുറച്ച് അധികം കറിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു കൂട്ടുകറിയും പിന്നെ കുറച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസത്തിൽ നല്ല വയർ നിറച്ച് നല്ല സ്നേഹത്തോടെയുള്ള ഊണൊക്കെ കഴിച്ച് ഓക്കെ ഗൈസ്, ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനി നമുക്ക് പാർട്ട് 4 ഉണ്ടാവും, പാർട്ട് 5 ഉണ്ടാവും, പാർട്ട് 6 ഉണ്ടാവും. വാവ്, ഇനിയും കുറേ പാട്ടുകൾ നിങ്ങൾ കാണാൻ ബാക്കി എടുക്കുന്നു. അപ്പം നിങ്ങൾ ഈ വീഡിയോ ആണ് ആദ്യം കണ്ടെങ്കിൽ നേരെ പോയിട്ട് പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണേണ്ടതാണ്. ഓക്കെ ഗൈസ്, അപ്പം ബൈ.